ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആഗ്നമെൻ്റ് മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ജോമെട്രിയുടെ 8ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഏകലവ്യ ബാച്ചിലെ ജോമെട്രിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബേസ് മുതലുള്ള ക്ലാസ്സുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇത് നമ്മളുടെ മാഗ്നമെൻ്റ് ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് മാക്സിമം പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലിലുള്ള ഓരോ വീഡിയോസും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്ലാസ്സുകളും കണ്ട് നന്നായിട്ട് പഠിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും വേണ്ടിയുള്ള ക്ലാസ്സുകൾ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുന ബാച്ച്, ഏകലവ്യ ബാച്ച്, എല്ലാം കാണുക. ഡൗട്ട് സോൾവിങ്ങും ഷോർട്ട് വീഡിയോസ് വളരെ മസ്റ്റാണ്. നമ്മുടെ സെക്ഷനിൽ ഒരു ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനുണ്ട്. അവിടെ നിങ്ങൾ തരുന്ന ഡൗട്ടുകളാണ് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കേരളത്തിൽ നിന്ന് SSC RRB ബാങ്ക് എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ട്രയാങ്കിളിൻ്റെ പാർട്സ് ആയിരുന്നു. ട്രയാങ്കിളിൻ്റെ പാർട്സ് ലാസ്റ്റ് നമ്മൾ കണ്ടതാണ്. വെർട്ടെക്സ് എന്താണ്, സൈഡ് കണ്ടു, എക്സ്റ്റീരിയർ ആംഗിൾ എന്താണെന്ന് കണ്ടു, ഇന്റീരിയർ ആംഗിൾ എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളിന് എത്ര വെർട്ടെക്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ എത്ര വെർട്ടെക്സ് ഉണ്ട്? വെർട്ടെക്സ് നമുക്ക് ടോട്ടൽ എത്ര ഉണ്ടെന്ന് പറയാം. 3 വെർട്ടെക്സ് ഉണ്ട്. ഓക്കെ, 3 വെർട്ടെക്സ് ആണ് ഒരു ട്രയാങ്കിളിനുള്ളത്. സൈഡ് എത്ര ഉണ്ട്? സൈഡ്സ് എത്ര ഉണ്ട്? സൈഡ് 1, 2, 3 സൈഡ് ഉണ്ട്. ഇന്റീരിയർ ആംഗിൾ എത്ര ഉണ്ട്? ഇന്റീരിയർ ആംഗിൾ ഞാൻ I എന്ന് എഴുതുന്നു. ഇന്റീരിയർ ആംഗിൾ എത്ര ഉണ്ട്? 3 ഉണ്ട്. ഇതും. ആ ഇന്റീരിയർ ആംഗിളിന്റെ സം എത്രയാണ്? ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതൊക്കെ പറഞ്ഞാണ്. 180 ഡിഗ്രി ആണ്. ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C അങ്ങനെ പറയാം. അല്ലെങ്കിൽ ആംഗിൾ BAC, ആംഗിൾ BAC, ആംഗിൾ ABC, ആംഗിൾ ACB. എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ആംഗിൾ BAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിൽ തുടങ്ങി എയിലൂടെ പോയി സിയിൽ വരുന്നു. അതായത് ഈ ആംഗിളിനെയാണ് സൂചിപ്പിക്കുന്നത്. ABC എയിൽ സ്റ്റാർട്ട് ചെയ്ത് ബിയിലൂടെ സിയിലെത്തി. ഇപ്പോൾ ബി, ഇപ്പോൾ ഈ മിഡിലുള്ള ഏതാണോ നമ്മൾ എഴുതിയിരിക്കുന്നത് അവിടെ ഉണ്ടാക്കുന്ന ആംഗിളിനായിരിക്കും, ഏത് വെർട്ടെക്സ് ആണോ എഴുതിയിരിക്കുന്നത് അവിടെ ഉണ്ടാക്കുന്ന ആംഗിളിനായിരിക്കും ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഒരു കാര്യങ്ങൾ മുതൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇനി എക്സ്റ്റീരിയർ ആംഗിളോ? എക്സ്റ്റീരിയർ ആംഗിൾ എത്ര ഉണ്ട്? 3 എണ്ണം. 1, 2, 3 എല്ലാം സെയിം തന്നെയാണ്. എക്സ്റ്റീരിയർ ആംഗിളും 3 എണ്ണമാണുള്ളത്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്തായിരിക്കും? എല്ലാ പോളികളുടെയും എക്സ്റ്റീരിയർ ആംഗിളിന്റെ സമ്മ് 360 ഡിഗ്രി ആയിരിക്കും, എല്ലാ പോളികളുടെയും. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ നമുക്ക് പല രീതിയിൽ വരയ്ക്കാം. ഞാൻ പറഞ്ഞു, എക്സ്റ്റീരിയർ ആംഗിൾ ഒന്നുകിൽ ഇത് നീട്ടി, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾസ്, ഇത് അകത്തുണ്ടാക്കുന്ന ഈ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിളാണ്, ഇത് എക്സ്റ്റീരിയർ ആംഗിളാണ്, ഇത് എക്സ്റ്റീരിയർ ആംഗിളാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതേ ട്രയാംഗിൾ തന്നെ വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നീട്ടുന്നതിന് ഇവിടെ നീട്ടാം, ഇവിടെ നീട്ടുന്നവരെ ഇങ്ങോട്ട് നീട്ടാം, ഇത് ഇങ്ങോട്ട് നീട്ടുന്നതിന് പകരം ഇത് ഇങ്ങോട്ട് നീട്ടാം. അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ്. ഇതും എക്സ്റ്റീരിയർ ആംഗിളാണ്, ഇതും എക്സ്റ്റീരിയർ ആംഗിളാണ്, ഇതും എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ട്രയാംഗിൾ നോക്കാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്സ് ഓഫ് ട്രയാംഗിൾ. ടൈപ്സ് ഓഫ് ട്രയാംഗിൾ. ഓക്കെ, ടൈപ്സ് ഓഫ് ട്രയാംഗിൾ നോക്കാം. ടൈപ്സ് ഓഫ് ട്രയാംഗിളിൽ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തത് ടൈപ്സ് ഓഫ് ട്രയാംഗിൾ അക്കോർഡിംഗ് ടു സൈഡ്സ്. സൈഡിന്റെ എണ്ണം വെച്ചിട്ട് നമുക്ക് ടൈപ്പ് നോക്കാം ട്രയാംഗിളിന്റെ. അതുപോലെ തന്നെ നമുക്ക് ആംഗിൾ വെച്ചിട്ട്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ആംഗിൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ട്രയാംഗിളിന്റെ ടൈപ്പിനെ പറയാം. അതിൽ സൈഡുകൾ വെച്ചിട്ട് പറയുമ്പോൾ അതിനകത്ത് ഒന്നാമത്തെയാണ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ. ഇത് ഇപ്പൊ തന്നെ നന്നായിട്ട് പഠിച്ചോളുക. ഇക്വിലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡുകളും ഈക്വൽ ആകുമ്പോൾ തന്നെ എല്ലാ ആംഗിളുകളും, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആംഗിളിലായി നമുക്ക് അപ്പുറത്ത് പറയാം ABC ഈക്വൽ ടു BC ഈക്വൽ ടു CA ആയിരിക്കും. അപ്പോൾ എല്ലാ ആംഗിളും എന്ത് വെച്ചായിരിക്കും? 60 ഡിഗ്രി വെച്ചായിരിക്കും. കാര്യം എന്തുകൊണ്ടാണ്? ടോട്ടൽ 180 ആണ് വരുന്നത്. അപ്പോൾ 180നെ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ട്രയാംഗിൾ ആണ് ഐസോസിലസ് ട്രയാംഗിൾ. ഐസോസിലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? 2 സൈഡുകൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ട്രയാംഗിൾ ആണെങ്കിൽ ഇത് A, ഇത് B, ഇത് C ആണെങ്കിൽ ABയും AC എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 2 സൈഡ് ഈക്വൽ ആയിരിക്കും. AB ഈക്വൽ ടു AC ആണ്. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിന് ഓപ്പോസിറ്റ് തീറ്റയാണ് ആംഗിളെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? തീറ്റ ആയിരിക്കും ആംഗിൾ. ഇതാണ് ഐസോസിലസ് ട്രയാംഗിൾ. അടുത്ത മൂന്നാമത്തെയാണ് നമ്മുടെ സ്കെയിലിൻ ട്രയാംഗിൾ. സ്കെയിലിൻ ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സൈഡുകളും എന്തായിരിക്കും? ഡിഫറെന്റ് സൈസ് ആയിരിക്കും. അതായത് A, B, C ആണെങ്കിൽ
എ ബി നോട്ട് ഈക്വൽ ടു ബി സി നോട്ട് ഈക്വൽ ടു സി എ. ഡിഫറെൻറ്റ് സൈഡുകളായിരിക്കും നമ്മുടെ നോർമൽ ട്രയാങ്കിൾ പോലെ. ഇവിടെ ഇക്വിലാറ്റർ ട്രയാങ്കിളിൻ്റെ കാര്യം ശ്രദ്ധിച്ചോളൂ, ഐസോസെൽസ് ട്രയാങ്കിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ നോർമൽ ട്രയാങ്കിൾ. ഇനി അക്കോർഡിംഗ് ടു ആംഗിൾസ് ആണെങ്കിലോ, ആംഗിൾസ് ആണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് ട്രയാങ്കിൾ ഉണ്ട്. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ, നമ്മൾ അക്യൂട്ട് ആംഗിൾ ഒക്കെ പഠിച്ചതാണ്. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആംഗിൾ അല്ലെങ്കിൽ എല്ലാ ആംഗിൾസും എന്താണ്, ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. ഇത് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്, അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളിൽ ഓൾ ആംഗിൾസ് ആർ ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിയിൽ കുറവായിരിക്കും അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. അടുത്ത രണ്ടാമത്തെയാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരാംഗിൾ എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. ഒരാംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതിനെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, 90 ഡിഗ്രി ആയിരിക്കും. അടുത്ത ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാലോ, ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണ് നമ്മൾ കണ്ടതാണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരാംഗിൾ എന്തായിരിക്കും 90യിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഒരാംഗിൾ 90യിൽ കൂടുതലാണെങ്കിൽ ബാക്കി രണ്ട് ആംഗിൾസും എന്തായിരിക്കും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. ഇപ്പോൾ തീറ്റയാണ് ഇവിടുത്തെ ആംഗിൾ എങ്കിൽ നമുക്ക് പറയാം 90 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ 180 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ 180നും 90നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് അവിടെ ഒരു ആംഗിളായിട്ട് കാണാൻ കഴിയും. അങ്ങനെയുള്ള ട്രയാങ്കിളിനാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പ്രോപ്പർട്ടീസ് പഠിക്കാം. ബേസിക് ആയിട്ടുള്ള ട്രയാങ്കിൾസിന്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കുന്ന ആ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഏറ്റവും ബേസ് മുതലാണ് പോകുന്നത്, അതും ഹൈ ലെവൽ വരെ, ബേസ് മാത്രമല്ല ഹൈ ലെവൽ വരെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. യെസ്, അതിലെ ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് തരുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു, അറിയാവുന്നവർ പറഞ്ഞു, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിന് ഒന്നും ഒരു വില കാണത്തില്ലെന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം പറയുള്ളൂ, എനിക്ക് ഒരുപാട് പേര് മെയിലായിട്ടും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് അവർക്ക് ക്ലാസ്സുകൾ അവർ ജോയിൻ ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും, പക്ഷേ അവർക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ ക്ലാസ്സുകൾ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ സമയത്ത് നിങ്ങൾ ഒരാൾക്കെങ്കിലും ഇത് ഗുണമാവുന്നുണ്ടെങ്കിൽ, ഫ്രീയുടെ കാര്യമോ അല്ലാത്തുള്ള കാര്യമോ ഒന്നും ഞാൻ നോക്കുന്നില്ല. എൻ്റെ സമയത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ പഠിക്കാൻ വേണ്ടി തരികയാണ്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫ്രീ ഉള്ള കണ്ടന്റും അല്ലാത്ത കണ്ടന്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ക്ലാസ്സുകൾ ഫ്രീ ആണെങ്കിലും ഇതിൻ്റെ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് ഇത് പഠിച്ച കുട്ടികൾക്ക്, ഇതുവരെ കണ്ട കുട്ടികൾക്ക് മനസ്സിലാവും. എനിക്കത് മാത്രം മതി, 1-2 പേര് മനസ്സിലാക്കിയാലും മതി. ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ഇത് ഒരു ദിവസം എല്ലാവർക്കും ഇത് മനസ്സിലാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്സുകൾ തന്നു പോകുന്നത്. അപ്പോൾ ഈ ആഴ്ച ഞാൻ കുറച്ച് തിരക്കാണ്, പക്ഷേ നമ്മളുടെ ചാനൽ ഇങ്ങനെ വീഡിയോസ് ഈ ഒരു ലെവലിലായിരിക്കത്തില്ല, നല്ല രീതിയിൽ വീഡിയോസ് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാം ബേസിക് പ്രോപ്പർട്ടീസ്. 2 ട്രയാങ്കിളിൻ്റെ സൈഡ്, 3 ABC ട്രയാങ്കിളിൻ്റെ സൈഡ് ABC ആണെന്ന് വെച്ചോ. ഫസ്റ്റ് കേസ് ഇത് 3 സൈഡ്സ് ആണ്. ഞാൻ പറഞ്ഞു 3 സൈഡ്സ് ആണ്. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഫിഗർ ആയിട്ടൊന്ന് വരയ്ക്കാം. ഇത് ABC ട്രയാങ്കിൾ ആണെങ്കിൽ എയുടെ ഓപ്പോസിറ്റ് സ്മോൾ എ, ബിയുടെ ഓപ്പോസിറ്റ് സ്മോൾ ബി, സിയുടെ ഓപ്പോസിറ്റ് സ്മോൾ സി ആണ്. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ സം എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ് ആയിരിക്കും. ഇപ്പോൾ A+B ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും, A+C ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കും, ഇനി ഏതുള്ള B+C ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ സം എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, തേർഡ് സൈഡ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡിനേക്കാളും കുറവായിരിക്കും. B - C എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ എ ആയിരിക്കും. അടുത്ത C - A ലെസ് ദാൻ ബി ആയിരിക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ സം ഓഫ് any two sides of a triangle is always എന്ന് പറയുന്ന ഒരു വാക്ക് നോക്കിക്കോളൂ. ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നല്ല, ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. ഓക്കെ, അപ്പം അല്ലെങ്കിൽ നോക്കേ, ഇപ്പം ഇവിടെ രണ്ട് സൈഡ് ഉണ്ട്. AB എന്ന് പറയുന്ന ഒരു സൈഡാണെന്ന് വെച്ചോ. ഇവിടെ AC BC ഉണ്ട്. അപ്പം ഇത് AC BC AC ഉണ്ട്, AC എന്ന് പറഞ്ഞ സൈഡ് ഉണ്ട്. അപ്പം ഇത് വലുതായില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ താഴോട്ട് വരയ്ക്കുന്നു, ഇത് എന്ത് ചെയ്യും, ഇവിടെ ടച്ച് ചെയ്യുന്നു. അല്ലെങ്കിൽ മൂന്നാമത്തെ സൈഡിനേക്കാളും ചെറുതാണ് ഇതിന്റെ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല, ഒരിക്കലും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര പൊക്കിയാലും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാതെ, ഇതിപ്പം ഈക്വൽ ആണെന്ന് വെച്ചോ, ഇത് ഇവിടെ ഇരിക്കുവാന്ന് വെച്ചോ, പിന്നെ നമ്മൾ പൊക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ.
രണ്ടും ഇതിനേക്കാൾ ഇത് ടച്ച് ചെയ്ത് ഇതിലും വലിയ ഇതിന്റെ സം എന്ന് പറഞ്ഞാൽ ഈ ഒരു എ ബി എന്ന് പറഞ്ഞ സൈഡിനേക്കാളും കൂടുതലായ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മേലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യത്തുള്ളൂ, ഇത് മേലിൽ പോയി ടച്ച് ചെയ്യത്തുള്ളൂ. അതാണ് ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം പഠിച്ച് സെറ്റാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഡിഫറൻസ് ഓഫ് ടു സൈഡ്സ് ലെസ് ദാൻ തേർഡ് സൈഡ് ആയിരിക്കും കേട്ടോ. ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒന്നും അല്ല. അപ്പോൾ ഇത് ലാർജസ്റ്റ് ആംഗിൾ ആണെന്ന് വെച്ചോ, ഈ ഒരു ട്രയാങ്കിളിലെ ലാർജസ്റ്റ് ആംഗിൾ ആണ്. ഇത് സ്മോളസ്റ്റ് ആംഗിൾ ആണെന്ന് വെച്ചോ, ഏറ്റവും ചെറിയ ആംഗിൾ ആണ് സ്മോളസ്റ്റ് ആംഗിൾ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് 110ഉം ഇത് 30ഉം ഇത് 40ഉം ആണെന്ന് വെച്ചോ. അപ്പം അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണോ അതായിരിക്കും ലാർജസ്റ്റ് സൈഡ്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്, വലിയ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് ആയിരിക്കും എന്ന് പറയുന്നത് ലാർജസ്റ്റ് സൈഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ലാർജസ്റ്റ് ആംഗിളിന്, ഒരു ട്രയാങ്കിളിലെ ലാർജസ്റ്റ് ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് ആയിരിക്കും ലാർജസ്റ്റ് സൈഡ്. അതുപോലെ ഒരു ട്രയാങ്കിളിന്റെ സ്മോളസ്റ്റ് ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് ആയിരിക്കും സ്മോളസ്റ്റ് സൈഡ്. ഓക്കെ, സ്മോളസ്റ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കാം. അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി. 3 പ്രോപ്പർട്ടി പഠിച്ചു. ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതാണ്, നമുക്ക് അപ്ലൈ ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് ആണ്. അടുത്ത നമുക്ക് നാലാമത്തെ നോക്കാം. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി. ഒരു ട്രയാങ്കിളിൽ എ ബി സി പറഞ്ഞ ട്രയാങ്കിളിൽ എ ബിയും ബി സി ഈക്വൽ ആണെന്ന് വെച്ചോ. രണ്ട് വരെ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈക്വൽ ആണ്. എ ബി ഈക്വൽ ടു എ സി, എ ബി എ സി ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആംഗിളിന് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആംഗിൾ സിയും ആംഗിൾ ബിയും എന്തായിരിക്കും, ഈക്വൽ. ഓക്കെ, അതാണ് നാലാമത്തെ പ്രോപ്പർട്ടി. ഇനി നമുക്ക് ഒരു ട്രയാങ്കിളിനെ കണ്ടാൽ, ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ തന്നാൽ അത് റൈറ്റ് ആംഗിൾ ആണോ, സൈഡ് തന്നാൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ, അക്യൂട്ട് ആണോ, ഒബ്റ്റ്യൂസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ 3 സൈഡാണ് എ ബി സി, നേരത്തെ പോലെ തന്നെ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണെങ്കിൽ നമുക്ക് പറയാം അതൊരു ടൈപ്പ് ട്രയാങ്കിൾ ആണ്. അതുപോലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സി സ്ക്വയർ, അതുപോലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ലെസ് ദാൻ സി സ്ക്വയർ. ഇവിടെ സി എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് സൈഡ് ആണെന്ന് വിചാരിക്കുക കേട്ടോ. സി എന്ന് പറഞ്ഞാൽ 3 സൈഡ് തന്നിട്ടുള്ളതിൽ ലാർജസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ, ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എന്തായിരിക്കും, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. നമ്മുടെ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഇനി എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സി സ്ക്വയർ ആണെങ്കിൽ ഇതിന് ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. അതെന്തായിരിക്കും, അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. അതുപോലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ലെസ് ദാൻ സി സ്ക്വയർ ആണെങ്കിലോ ഇത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഫിഗറൊക്കെ മനസ്സിലൊന്ന് ഓടി വരണം. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ എന്താണ് ഇത് പഠിക്കാനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ റൈറ്റ് ആംഗിൾ, ഇത് പഠിക്കാൻ പ്രശ്നമൊന്നുമില്ല. മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ ബാക്കി 2 സൈഡിന്റെയും സ്ക്വയറിന്റെ സമ്മിനേക്കാളും ചെറുതാണെങ്കിൽ, മൂന്നാമത്തെ ചെറുതല്ലേ, ഇവിടെ ലെസ് അല്ലേ, അപ്പോൾ ചെറുതാണെങ്കിൽ അത് അക്യൂട്ടാണ്, ചെറുത് അക്യൂട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെങ്കിൽ സി സ്ക്വയർ ലെസ് ദാൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ ബാക്കി 2 സൈഡുകളുടെ സ്ക്വയറിന്റെ സമ്മിനേക്കാളും കുറവാണെങ്കിൽ അത് അക്യൂട്ടാണ്. ഇനി മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ ബാക്കി 2 സൈഡിന്റെ സ്ക്വയറിനേക്കാളും സമ്മിനേക്കാളും കൂടുതലാണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് ഒബ്റ്റ്യൂസ് ആണെന്ന് വിചാരിക്കുക. വലുതാവുമ്പോൾ അത് ഒബ്റ്റ്യൂസ് ആവും. അങ്ങനെ പഠിക്കാം. ഇനി അടുത്തത് നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. അപ്പോൾ ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഇതെല്ലാം വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. എക്സ്റ്റീരിയർ ആംഗിൾ തിയറം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓൾറെഡി കാണിച്ചു തന്നിട്ടുള്ളതാണ് പോളിഗൺ പഠിപ്പിച്ച സമയത്ത്. ഇത് ഒരു ട്രയാങ്കിൾ ആണ്, ഞാനിത് നീട്ടി വരയ്ക്കുന്നു. ഇവിടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ എക്സും ഈ ഒരു ആംഗിൾ വൈയും ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പഠിക്കേണ്ടത്, ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയാം. ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓക്കെ അല്ലേ, അങ്ങനെയല്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ, ഈ സൈഡിൽ ഉണ്ടാക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് ആ സൈഡിലില്ല, ബാക്കി 2 വെർട്ടെക്സിൽ ഉണ്ടാക്കുന്ന ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഉണ്ടാക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾ ബാക്കി 2ലുള്ള ഇന്റീരിയർ ആംഗിൾസിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമുക്ക്
ഏഴാമത്തെ പ്രോപ്പർട്ടി പഠിക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ പ്രോപ്പർട്ടി നന്നായിട്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുന്നു. ഈ ട്രയാങ്കിളിൽ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. എയുടെ ഓപ്പോസിറ്റ് സ്മോൾ എ, ബിയുടെ ഓപ്പോസിറ്റ് സ്മോൾ ബി, സിയുടെ ഓപ്പോസിറ്റ് സ്മോൾ സി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ റൂൾ ഉണ്ട്. സൈൻ റൂൾ ഇതൊന്നുമില്ല. സൈൻ എ ബൈ എ അല്ലെങ്കിൽ എ ബൈ സൈൻ എ എങ്ങനെ കൊണ്ട് എഴുതാം. എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് സൈൻ റൂൾ ആയതുകൊണ്ട് നമുക്ക് ആദ്യം സൈൻ എഴുതാം. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ സൈൻ എ ബൈ എ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഈക്വൽ ടു സൈൻ സി ബൈ സി ആയിരിക്കും. ഓക്കെ, ഇത് സൈൻ എന്ന് വെച്ചാൽ ജസ്റ്റ് റേഷ്യോ. സൈൻ എന്ന് വെച്ചാൽ ജസ്റ്റ് റേഷ്യോ എന്നേ അർത്ഥമുള്ളൂ. ഇതിനാണ് നമ്മൾ സൈൻ റൂൾ എന്ന് പറയുന്നത്. അടുത്ത കൊസൈൻ റൂളൂടെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊസൈൻ റൂളൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. കൊസൈൻ റൂൾ പേര് കേട്ടിട്ടൊന്നും പേടിക്കണ്ട. ഇവിടെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ട്രിഗ്നോമെട്രി പഠിക്കുന്നതാണ്, കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. കൊസൈൻ റൂൾ ഓൾറെഡി ട്രിഗ്നോമെട്രിയുടെ ഒക്കെ അർജുന ബാച്ച് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എടുത്ത് കാണുക കേട്ടോ. ക്ലാസ്സിൽ ഇത്രയും നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് അതെല്ലാം കണ്ട് പഠിക്കാൻ വേണ്ടിയാണ്. യെസ്, അപ്പോൾ കൊസൈൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ബി സി ട്രയാങ്കിൾ ആണെന്ന് വെച്ചോ, എ ബി സി ട്രയാങ്കിൾ ആണെന്ന് വെച്ചോ, ഇതിന് എയുടെ ഓപ്പോസിറ്റ് എ, ബിയുടെ ഓപ്പോസിറ്റ് ബി, സിയുടെ ഓപ്പോസിറ്റ് സി ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ കോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ കോസ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ് കേട്ടോ. റേഷ്യോ ഒക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ കോസ് എ എന്ന് പറഞ്ഞാൽ ഇപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. കോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വെർട്ടെക്സ് ഉണ്ടാക്കുന്ന സൈഡുകളുടെ സ്ക്വയറിന്റെ സം, ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡിന്റെ ഏതാണോ ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ് ഏതിന്റെയാണോ കോസ് കണ്ടുപിടിക്കേണ്ടത്. കോസ് എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ് കേട്ടോ, സൈഡുകളുടെ റേഷ്യോ ആണ്. നമുക്ക് പഠിക്കാം, ഓരോന്നിനും ഓരോ വാല്യൂസ് ഒക്കെ ഉണ്ട്. കണ്ടിട്ടില്ലാത്തവർ പേടിക്കൊന്നും വേണ്ട. ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് സൈഡിന്റെ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ബി സി. ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡുകൾ തന്ന് ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാവുന്ന ഒരു റൂളാണ് കൊസൈൻ റൂൾ. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഏറ്റവും കൊസൈൻ റൂളൊക്കെ അടിപൊളിയായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ അപ്ലൈ ചെയ്യുന്ന പരിപാടി എല്ലാം കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അടുത്ത കോസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ കോസ് എന്ന് പറഞ്ഞാൽ അതിലോട്ട് വരുന്ന സൈഡുകളുടെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആ ഒരു ഏത് രണ്ട് സൈഡിലാണോ ഉണ്ടാക്കുന്നത് അതിന്റെ പ്രോഡക്റ്റ് 2ac. അതുപോലെ കോസ് സി എല്ലാവരും ഒന്ന് പറഞ്ഞേ. കോസ് സി എന്ന് പറഞ്ഞാൽ എന്ത് വരും, കോസ് സി എന്ന് പറഞ്ഞാൽ ആ സി ഉണ്ടാക്കുന്ന സൈഡുകളുടെ സ്ക്വയറിന്റെ സം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ സ്ക്വയർ സി സ്ക്വയർ. എയും ബിയും സി, സ്മോൾ എയും സ്മോൾ ബിയും സ്മോൾ സിയും സൈഡ്സ് ആണ്, ഡിവൈഡഡ് ബൈ ആ 2 ഇൻറ്റു ആ അതിലോട്ട് വരുന്ന രണ്ട് സൈഡുകൾ 2ab എന്ന് വരും. അപ്പോൾ ഇതിനാണ് നമ്മൾ കൊസൈൻ റൂൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനുള്ള ഒറ്റ ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഒറ്റ സ്റ്റെപ്പും ഞാൻ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സെന്റേഴ്സ് എന്താണെന്ന് നോക്കണം. ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസും ബാക്കി കാര്യങ്ങളും മോർ കൺസെപ്റ്റും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ആദ്യം ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് സെന്റേഴ്സ് ഓഫ് ട്രയാങ്കിൾ ആണ് വേണ്ടത്. ഓക്കെ, സെന്റേഴ്സ് ഓഫ് ട്രയാങ്കിൾ ആണ് വേണ്ടത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എന്തായാലും ഇനി ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ നല്ല ബിസി ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റെഗുലർ ആയിട്ട് ഒരു 3 ദിവസം നിങ്ങൾക്ക് ഏകലവ്യ ബാച്ചും 3 ദിവസത്തിൽ കൂടുതൽ അർജുന ബാച്ചും പിന്നെ റെയിൽവേയുടെ ബാച്ചും തരണമെന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം. മാക്സിമം നിങ്ങൾ പഠിക്കുക, ഉള്ള ക്ലാസ്സിലെല്ലാം കണ്ട് കംപ്ലീറ്റ് ആക്കി നിൽക്കുക കേട്ടോ. അപ്പം ഏകലവ്യ ബാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് അർജുന ബാച്ച് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല. ഇതിലുള്ള എല്ലാ ക്ലാസ്സുകളും ബിഗിനർ ആയിക്കോട്ടെ, ഇന്റർമീഡിയറ്റ് ആയിക്കോട്ടെ, അഡ്വാൻസ് ലെവൽ ആയിക്കോട്ടെ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും എവിടെയെങ്കിലും കോച്ചിങ് പോയവരോ ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും പഠിക്കാനുള്ളതാണ് എല്ലാ കാര്യങ്ങളും. ഈവൻ ഒരു ഷോർട്സ് പോലും കേട്ടോ. അപ്പം അത് മനസ്സിലാക്കുക, എല്ലാ ക്ലാസ്സുകളും എടുത്ത് കാണുക, എല്ലാം കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. സ്ട്രാറ്റജി വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് 25 CGL വേണ്ടി എന്തൊക്കെ ചെയ്യണം, 25 എക്സാമിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം കമൻ്റായിട്ട് പറയുക. നമ്മുടെ ഇമെയിൽ ID യിൽ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ചോദിക്കാം. ക്വസ്റ്റ്യൻ ഡൗട്ടല്ല, അല്ലാതുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് നിങ്ങൾ തിരിച്ച് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.